ഹേയ് ഒരുപടി എല്ലാവർക്കും ഡേ 3യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്കിൽ നമ്മുടെ വണ്ടികളുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലേക്കാണ്. അപ്പോൾ ഇത് ഈ ഒരു വൺ വേ പോലെയാണ് ഈ വഴി കിടക്കുന്നത്. അവിടെ നിന്ന് കയറി വരുന്നുണ്ട്, പക്ഷേ ബൈക്സിന് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഇങ്ങോട്ട് വരണം എന്നുള്ള എൻ്റെ റൂട്ട് മാപ്പ് എൻ്റെ ഗൂഗിൾ മാപ്സിലൊരു എക്സാമ്പിളായിട്ട് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വൺ വേ കയറി വരുമ്പോൾ അടുപ്പിച്ചാണ് ഗുണ കേവ്സ്, പില്ലർ റോക്സ്, അങ്ങനെ വാലിയുടെ ഒരു വ്യൂ പോയിൻ്റ്, അങ്ങനെ എല്ലാവരും ഒരു ക്രമത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയൊന്ന് ഗൂഗിൾ മാപ്സ് വെച്ചിട്ട് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഒരു ഒബ്സർവേറ്ററി പോലത്തെ ഒരു വലിയൊരു ഹൈറ്റിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്നില്ല, കാരണം മഞ്ഞുകൾ മൂടിയിരിക്കണോണ്ട് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കാശ് നഷ്ടമാവുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലാണ് വന്നിരിക്കുന്നത്. മാസീവായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല അതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു കുരങ്ങന്മാർ നിൽക്കുന്ന ആ വശത്തായിട്ടാണ് ഇതിൻ്റെ കൗണ്ടർ. കണ്ടില്ലേ, ഇത് അതിൽ കൂടെയാണ് എൻട്രൻസ്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വഴി നോക്കാം. നമ്മളപ്പോൾ എൻട്രി ടിക്കറ്റ് എടുത്ത് പൈൻ ഫോറസ്റ്റിൽ കയറി. പൈൻ ഫോറസ്റ്റ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെറിയ ഫോട്ടോസ് ഫ്രെയിം ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ തിരക്കൊക്കെ ആയി തുടങ്ങുന്നു. രാവിലെ ആയിട്ടുള്ളൂ, തിരക്ക് ആവുന്നുള്ളൂ. അത്യാവശ്യം ക്ലീനാണ്. കുറച്ച് വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും റീസൈക്കിൾ മറ്റേ ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴേ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നല്ല തണവുണ്ട്. രാവിലെയാണ്, തിരക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ചെക്ക് പോസ്റ്റിൽ ബസ്സുകൾ കാര്യങ്ങളൊക്കെ തിരക്കുണ്ട്, കാരണം സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുക, ആൾക്കാരെ തിരക്കാവുന്നതിന് മുന്നേ ഇവിടെ നിന്ന് വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് കയറാനായിട്ട് ഒരു ബൈക്കിന് 20 രൂപ വെച്ച് പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. അതുകൂടാണ്ട് ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിനും നമ്മൾ ഓരോ ചില്ലറ പോലെ 10 രൂപ 20 രൂപ വെച്ചിട്ട് പേയ്മെൻറ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് നടന്ന് വരുമ്പോൾ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ് ഉണ്ട്, ഇരിക്കാനൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് പെയിനായിട്ട് തോന്നുന്നത് വൃത്തിയുണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ. പക്ഷേ ഇൻഡെപ്റ്റ് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള പൈൻ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പൈൻ്റെ ഇലകളൊന്നും അധികം കൊഴിഞ്ഞിട്ട് നിലത്ത് കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസ് ഇപ്പോൾ തൽക്കാലം കുറവാണ്. കുറച്ച് വെറ്റൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ശരിക്കും റിസ്ക്കിയാണ്, നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളപ്പോൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയുടെ വേസ്റ്റിൻ്റെ ഒക്കെ സ്മെല്ല് ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല, അവൻ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തത് ഗുണ കേവ്സ് ആ വശത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ റൂട്ടിലെ 3ാമത്തെ സ്പോട്ടായിട്ടുള്ള ഗുണ കേവ്സിലേക്ക് എത്തി. നമ്മൾ വണ്ടിയെ കുറച്ച് തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഇതവിടെയായിട്ടാണ് എൻട്രി വരുന്നത്. നമുക്കിനി ഒന്ന് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഗുണ കേവ്സ്. ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ ഗുണ കേവ്സ് ആണ്. ഇതാണ് എൻട്രൻസ്. 10 രൂപയാണ് പെർ ഹെഡ്. കയറ്റം കയറാനുണ്ട്. ഗുണ കേവ്സിലേക്കുള്ള എൻട്രൻസ് ആണ് ഇങ്ങനെ. നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന രീതിയിലാണ്. വലിയ സ്റ്റീപ്പല്ല, പക്ഷെ എന്നാലും കയറ്റമുണ്ട്. കുറച്ച് ആയാസമൊക്കെ വേണം. കോട കയറുന്നുണ്ട്. കോട അടിപൊളി അടിപൊളി. ഇതാണ് ഗുണ കേവ്സ്, ഫേമസ് ആയിട്ടുള്ള താഴെ നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂസ്. അപ്പോൾ കേവ്സ് പോലത്തെ കുഴികളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു ഗില്ലിട്ട് അടച്ചേക്കുക. ഈ വഴി നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്. അതേപോലെ നോക്കൂ, ഉണ്ടല്ലേ, ഇവിടെ കുഴികളുണ്ട്.
ഇതൊക്കെ വലിയ ഗർത്തങ്ങളാണ്. അപ്പോൾ അതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. അടിയിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും കുഴിയുണ്ട് കേട്ടോ. ഇവിടെ ആക്സിഡൻറ്റിൽ കുറേ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ നിന്ന് കോട അടിച്ച് കയറുന്ന ഫീല്. താഴേക്ക് നല്ല കോട ചെയ്തുകൊണ്ട് കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷെ കോട ഇങ്ങനെ കയറുന്നത് നമുക്ക് കണ്ടില്ലേ. ഇവിടെ ഒരു ഒബ്സർവേറ്ററി ഡക്ക് ഉണ്ട്, നമുക്ക് കയറാം. മുകളിൽ നിന്നുള്ള ആ ഒബ്സർവേഷൻ്റെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡീപ്പായിട്ടുള്ള അല്ലേ, ഭയങ്കര ഡീപ്പാണല്ലേ. നല്ല ഡീപ്പാണ്, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കേവ് പോലെ തന്നെയുള്ള ഒരു ഏരിയ ആണ്. നമ്മളപ്പോൾ പില്ലർ റോക്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയില്ല, കാരണം വെതർ നല്ല കോട ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡ്. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ടും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആ വഴി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ ഇതാണ് ഗോൾഫ് ക്ലബ്ബ് കൊടൈക്കനാലിലുള്ള, കണ്ടില്ലേ. എനിക്ക് ഇതിൻ്റെ പക്ഷേ റൂൾസ് എല്ലാം അറിയില്ല, എനിക്കതൊന്ന് നോക്കണം എന്നുണ്ട്, യൂട്യൂബിൽ എവിടെയെങ്കിലും നോക്കി ഒന്ന് പഠിക്കണം എന്നുണ്ട്. അപ്പോൾ കൊടൈക്കനാലിലുള്ള ഗോൾഫ് ക്ലബിൻ്റെ ഇതാണ് സ്ഥലമാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി ഓടി കഴിയുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഗോൾഫ് കോർട്ടിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പോലീസ് തടഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇതേ കണ്ടില്ലേ, റൈറ്റ് സൈഡിലും ഗോൾഫ് ക്ലബിൻ്റെ സാധനങ്ങളൊക്കെ ആക്കി. ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ രാവിലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബോളുകൾ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കോടയൊക്കെ നല്ല പോലെ കയറി വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടൈക്കനാലിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട്, ഡെയിലി ബ്രെഡ് എന്നാ പേര്. അപ്പോൾ അവിടെ ഒന്ന് കയറണം. അതിന് ശേഷം ഇന്നത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. അതിൽ നമ്മുടെ ഒപ്പം വന്ന ഗോപാലൻ R15 ഓടിക്കുന്ന പുള്ളിക്ക് വയറിനത്ര സുഖമില്ല, കുറച്ച് ഗ്യാസ് കയറൽ പോലത്തെ ഫീലുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടിറങ്ങുകയാണ് ചെയ്തത്. അതിനിടയിൽ ഈ പില്ലർ റോക്സൊക്കെ കയറി കഴിഞ്ഞപ്പോൾ കോട കാരണമൊന്നും കാണാനും പറ്റിയില്ല നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആ കഫേയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് നേരെ നമ്മൾ റൂമിലേക്ക് പോകുന്നു. നാളത്തേക്കുള്ള റെഡി ആവലും അതേപോലെ തന്നെ അവരുടെയൊക്കെ റെസ്റ്റ് എടുക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ കുറച്ച് ഏർലി മോർണിംഗ് തന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അവന്മാരത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ചോക്ലേറ്റ്സ് കടകളും അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെയും ഇളനീര് കാര്യങ്ങൾ അതേപോലെ മാഗി അതിൻ്റെയൊക്കെ കടകളൊക്കെയാണ് ഈ വശത്തുള്ളത്. ഇനിയിപ്പോൾ അടുത്തുള്ളത് പാമ്പാർ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഇവിടെ വെള്ളം അളവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വാട്ടർഫോൾസൊക്കെ ഡെഡായിട്ട് തന്നെ കിടക്കുവാണ്. ഇവിടെ എന്ത് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, രാവിലെ വന്നപ്പോഴും ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ട്, ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ട്. ഈ റോഡ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അതൊരു സർക്കിൾ പോലെയാണ്. നമ്മൾ പൂമ്പാറ കൂക്കലൊക്കെ ഇന്നലെ പോയി അതേ വഴി കൂടെ തന്നെ വരുമ്പോഴാണ് നമ്മൾ ഈ പില്ലർ റോക്സും അതേപോലെ തന്നെ ഗുണ കേവ്സൊക്കെ കാണാനുള്ള ആ ഒരു സർക്കിള് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് വൺ വേ ആണ്. നമുക്കിതിൽ കൂടെ അങ്ങോട്ട് കയറി പോകാനായിട്ട് ലോക്കൽസിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ഇതേ പറ്റുള്ളൂ. നമ്മൾ ബൈക്കിന് രാവിലെ ഇവിടെയാണ് വന്നിരുന്നത്, അപ്പോൾ പക്ഷേ ഇവിടെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോയ വഴിനെ കറങ്ങി നമ്മളങ്ങനെ ശരിയാ ചെയ്തത്. ഇപ്പോൾ അതേ നമ്മൾ കൊടൈക്കനാലിനോട് അടുത്തിരിക്കുകയാണ്, ടൗണിനോട്. അപ്പം ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് സൈഡിലൊക്കെ ഇനിയിപ്പോൾ കൊടൈക്കനാലിൻ്റെ ടൗണിൻ്റെ ഭാഗത്തിൻ്റെ ആയിരിക്കും.